ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MS Vlog. ഒറ്റമൈൻഡിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളിപ്പോൾ എവിടെയുള്ളതെന്നറിയോ? കോയമ്പത്തൂർ തന്നെ. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നു. അപ്പം ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് നമ്മളെ കളികൾ എന്താണെന്ന് കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. പോവാം. ഓ ഗായ്സ്, ഇതിനെപ്പോലത്തെ വൃത്തികെട്ട ട്രെയിനിൽ ഞാനിതുവരെ കയറി. ഞാനാണ് പെറ്റുപോയി. നമ്മൾ സീറ്റും കാര്യമൊക്കെ കിട്ടി. ഇവിടുന്ന് നമുക്കിനി 11-12 മണിയാവും രാത്രി. അതുവരെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ പുറത്തത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കിട്ടും. പറ്റ ക്ഷീണമാണ്. ആദ്യം ട്രെയിനിൽ കയറുന്നത് കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു മറ്റൊത്ത ട്രെയിനാണ്. നല്ല അടിച്ചിട്ടുള്ള നിൽക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റും. ഞാൻ ട്രെയിനൊന്നും ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, തിരക്കൊന്നുമില്ല കേട്ടോ. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വേഗമൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്തെ സീറ്റ് ഫ്രീയാ. നമുക്ക് കിടന്ന് ഉരുണ്ടൊക്കെ പോവാ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാണ്. അതിന് വിഷയമൊന്നുമില്ല കേട്ടോ. ഒന്നും നമുക്ക് ഏതായാലും ഞാൻ വിചാരിച്ച് നിന്ന് പോകേണ്ടി വരുമെന്നാണ്. നമുക്കിതപ്പോൾ കിടന്ന് പോകാനുള്ള സ്ഥലം കിട്ടി. അപ്പം ഹാപ്പിയാണ്. അപ്പം ഇതിപ്പോൾ കൂടുതൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറവ് പറയാനുണ്ടാവില്ല. അതാണ് ഇത്. അത് വിഷയമല്ല. ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഹിന്ദിക്കാരൻ പയ്യനെ കിട്ടിയിട്ടുണ്ട് ബേക്കുള്ള. എന്നോട് പേരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞു. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം. ഓക്കെ. ഹായ് ഗായ്സ്, സൗണ്ടില്ല, സൗണ്ട് പോയി. നമ്മളങ്ങനെ ഇപ്പോൾ സമയത്ത് ഉറങ്ങി എണീച്ച ഒന്നും ഐഡിയ കിട്ടില്ല. ഒരു 8:50 കറക്റ്റ് ഇപ്പം കൊല്ലത്തെത്തിയിട്ടുണ്ട്. കൊല്ലം ഇവിടുന്ന് ഒരു മണിക്കൂറും കൂടി ട്രിവാൻഡ്രത്തേക്ക്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് ആദ്യം റൂമൊന്നും എടുക്കണം. റൂം എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പേര് നോക്കിയിരുന്നു. അവിടെ കിടന്ന് പേര് തുറക്കുന്നതന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ആലുവ കഴിഞ്ഞ് എത്തിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മളെന്നെ ഇപ്പോൾ കൊല്ലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കൊല്ലത്തിൽ നിന്ന് നേരെ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് നമ്മൾ നാളെ രാവിലെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അവിടേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അവിടേക്ക് നമ്മൾ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അത് സസ്പെൻസാണ്. അത് ഫസ്റ്റ് നമ്മളിവിടെ പോകും. അത് കഴിഞ്ഞ് അവിടെ പോകും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വണ്ടി കയറും. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ ട്രെയിനിൽ ഒരു തിരക്കുമില്ല. നമ്മൾ കയറിയ ആ തിരക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ തിരക്കും കാര്യങ്ങളൊന്നും ബ്ലോഗ് എടുക്കുന്നുണ്ട്. ക്യാസിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരാളില്ല, കുറഞ്ഞ ആളേ ഉള്ളൂ. എനിക്ക് 2 സീറ്റുണ്ട്. ഇവിടെ ഉണ്ട്. അങ്ങോട്ട് വേണേ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വേണേ അങ്ങോട്ട് പോകും. പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. അറിയില്ല എന്തിനാണെന്ന്. സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ് ഞാനുള്ളത്. എപ്പോൾ നോക്കിയാലും അങ്ങോട്ടും പോലീസുകാരൊക്കെ ഇങ്ങോട്ടും പോകും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളെ വിളിക്കുക, പറയാം സാറേ എങ്ങനെ പ്രശ്നമുണ്ട് സാറെന്ന് പറഞ്ഞാൽ ഡീലായിക്കോളൂ. അപ്പോൾ അങ്ങനെയാണ്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തും. അവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല. ഉറങ്ങി അവിടെ എത്തിപ്പോയതാണ്. വെള്ളം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ ഫുഡേ കഴിച്ചില്ല. ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് നമ്മൾ അടിപൊളി ബിരിയാണി കഴിക്കാം. ഓക്കെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് റൂം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഡോർമെറ്ററി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ. നമ്മൾ തിരുവനന്തപുരത്തെത്തി. അവിടുന്ന് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നടക്കുക. ഒരു ഹോട്ടൽ കിട്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് റൂം സ്റ്റേ എന്താ സ്ഥിതി തരുമെന്നൊന്നും ഒരു ഐഡിയ നമുക്ക് കിട്ടിയില്ല. റൂം കയറണോ ഇല്ലെങ്കിൽ ഇവിടെ നിന്നാൽ മതിയോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അന്നൊക്കെ ആ കപ്പം നമുക്ക് തോന്നുന്ന പോലെ നമ്മളവിടെ ചെയ്യും. ഇവിടെ ഒരു ക്ലോക്ക് റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണിത്. അത് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമ്മൾ തീരുമാനിക്കാം എന്താ ചിക്കൻ ചെയ്ത്. ഓക്കെ. അപ്പോൾ ഇതിലായിട്ട് നടന്നു നോക്കാം. അപ്പോൾ നമ്മൾ നടന്നൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിക്കാൻ ചെറിയൊരു മടി പോലെ. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ
അടിപൊളി ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. നമ്മളെന്തോ ഒരു കിഴപ്പ് കാണിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു റങ്ക് കിട്ടുന്നില്ല ഫുഡ് കഴിക്കാൻ. പക്ഷെ വിശക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ കയറായതാണ്. ഇതിലേക്ക് കാണുന്ന ഹോട്ടലാണ് കയറാൻ പോകുന്നത്. അവിടെ കയറി നോക്കാം. നമ്മൾ ചിക്കൻ റൈസ് പറഞ്ഞിട്ട് നമ്മൾ അന്ന് കഴിച്ച തന്നെ ചിക്കൻ റൈസ് പറഞ്ഞിട്ട് കണ്ടിട്ട് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കാം. നമുക്കത് വരുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ 2-3 ആളെ വിളിച്ചൊരു റൂമിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റാൻ നോക്കട്ടെ. ഓക്കെ, ഉറങ്ങി നീച്ചായോണ്ടോന്നും അറിയില്ല, അവിടെ നിന്ന് കഴിക്കാൻ അത്ര ടേസ്റ്റില്ലാത്ത എന്താ അജിനാമോട്ട കുറവാന്ന് തോന്നുന്നു. എന്താ അറിയില്ല, ഉറങ്ങി നീച്ചുകൊണ്ടാണോന്നും അറിയില്ല, എന്താണെന്നറിയില്ല. വർത്താനം പറയാം. ഡോർമെട്രിയാണ് ഇത്. എങ്ങനെ കിട്ടിയ അങ്ങനെ എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ നാളെ രാവിലെ നേരം എടുത്തിട്ട് പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു. ഈ എ സി ഒക്കെ ഉണ്ട്, എ സി ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് രാവിലെ നേരം എടുത്തിട്ട് ഇത് എവിടെയാണ് എന്തൊക്കെയാണെന്നുള്ളത് രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും ഉറക്കെ പറയാൻ പറ്റില്ല. താഴത്ത് ഫുള്ള് ആൾക്കാരുണ്ട്, ഇതിൻ്റെ താഴത്ത് വേറെ ആളുണ്ട്. നമുക്ക് ഡിസ്റ്റർബൻസ് ആവും.